രക്തസാക്ഷി മണ്ഡപത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെ മന്ത്രിമാർക്കും MLA-മാർക്കും ഒപ്പം നടത്തിയ സത്യാഗ്രഹത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉപയോഗിച്ച ചായക്കപ്പ് ശ്രദ്ധ നേടിയിരുന്നു. 2 ദിവസം മുൻപ് സോഷ്യൽ മീഡിയയിൽ പ്രശംസയും വിമർശനവും ഒരുപോലെ നേടിയ ഒരു സംഭവമായിരുന്നു അത്. ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക് എന്ന വാചകം ആലേഖനം ചെയ്ത കപ്പിലാണ് മുഖ്യമന്ത്രി വെള്ളം കുടിച്ചത്. രാഹുൽ മങ്കൂട്ടത്തിൽ MLA-ക്കെതിരായി ആദ്യം പീഡന പരാതി നൽകിയ യുവതി കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ കുറിച്ച വരികളിലേതാണ് ഈ വാചകം. മുഖ്യമന്ത്രിയുടെ കപ്പിൽ ഈ വാചകങ്ങൾ ഇടം പിടിച്ചത് അതിജീവിതയോടുള്ള ഐക്യദാർഢ്യ പ്രഖ്യാപനമാണെന്നാണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ അഭിപ്രായമുയർന്നത്. രാഹുൽ മങ്കൂട്ടത്തിലിന്റെ അറസ്റ്റിന് പിന്നാലെ ദൈവത്തിന് നന്ദി പറഞ്ഞുകൊണ്ടുള്ള പോസ്റ്റിലാണ് അതിജീവിതയുടെ വാക്കുകൾ. അതിനെതിരെ NK പ്രേമചന്ദ്രൻ വളരെ വിമർശനാത്മകമായാണ് പ്രതികരിച്ചത്. അതിജീവിതയുടെ വാക്കുകൾ പിണറായി വിജയൻ കുടിക്കുന്ന ചായക്കപ്പിൽ എഴുതി വെച്ചത് PR വർക്കിന്റെ ഭാഗമാണെന്നും ഇത് കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിക്ക് ചേരില്ല എന്നുമായിരുന്നു പ്രേമചന്ദ്രന്റെ വാദം. അതേ പ്രേമചന്ദ്രനെ സോഷ്യൽ മീഡിയ പഞ്ഞിക്കിട്ടതും നിമിഷനേരം കൊണ്ടാണ്. അതിജീവിത പരാമർശിച്ച വാക്കുകളിലെ പ്രതിയെ രായ്ക്ക് രാമാനം തൂക്കി അകത്തിട്ടതിന് ശേഷം അതിജീവിതയുടെ വാക്കുകൾ ഷെയർ ചെയ്താൽ കമ്മ്യൂണിസ്റ്റ് മുഖ്യമന്ത്രിയിൽ നിന്ന് കമ്മ്യൂണിസം ഊറിപ്പോകുമോ എന്നറിയില്ലെന്നാണ് അവർ തുറന്നടിച്ചത്. അതൊക്കെ പോട്ടെ, വലിയ വിപ്ലവകാരിയായ പ്രേമചന്ദ്രൻ സാറുടെ പ്രതികരണം എന്തായിരുന്നു ഇക്കാര്യത്തിൽ? രാഹുൽ ഫാൻസിന്റെ വോട്ട് പോകുമല്ലോ എന്ന് പേടിച്ച് സമ്പൂർണ്ണ നിശബ്ദത. അതായത് നിലപാട് നഹി. ഉണ്ടെങ്കിൽ തന്നെ വിറച്ച്. പണ്ടൊക്കെ ഇങ്ങേര് പറയുന്നതിൽ അല്പമെങ്കിലും വസ്തുത അടുത്തു കൂടെ പോകുമായിരുന്നു. ഇപ്പോഴുള്ളത് രാഷ്ട്രീയ തിമിരം ബാധിച്ചുള്ള ചൊറിച്ചൽ മാത്രം. ഈ സർക്കാരും മുഖ്യമന്ത്രിയും മാതൃകയാകുന്നത് ഇങ്ങനെയെല്ലാമാണ്. അതിജീവിതമാർക്കൊപ്പമാണ് ഈ സർക്കാർ എന്ന് വീണ്ടും അടിവരയിടുന്ന നേർസാക്ഷ്യങ്ങൾ. മുഖ്യമന്ത്രിയുടെ ഈ ഇടപെടൽ ആ സ്ത്രീക്ക് നൽകുന്ന കരുത്തും ശക്തിയും എത്ര വലുതാണെന്ന് വെറുതെ ഒന്ന് ആലോചിച്ച് നോക്കാം. അന്ന് നടി ആക്രമിക്കപ്പെട്ട കേസിലെ അതിജീവിതയെ അടുത്തേക്ക് വിളിച്ച് ചേർത്തു പിടിക്കുന്ന മുഖ്യമന്ത്രിയെ കണ്ടതാണ്. ഒട്ടനവധി പെൺകുട്ടികൾക്ക് കരുത്തും ആത്മവിശ്വാസവും അനീതിക്കെതിരെ പോരാടാനുള്ള ആർജവവും നൽകുന്നതാണ് ഈ ചേർത്തുനിർത്തൽ. നിങ്ങൾ ഒറ്റയ്ക്കല്ലെന്ന ഈ സംസ്ഥാനം തന്നെ നിങ്ങൾക്കൊപ്പമുണ്ടെന്ന കരുതൽ കൂടിയാണത്. കേരളത്തെ കാർന്നു തിന്നുന്ന, സാമ്പത്തികമായി ശ്വാസം മുട്ടിക്കുന്ന BJP സർക്കാരിന്റെ അനീതിക്കെതിരായ കേരളത്തിന്റെ സമരമുഖത്താണ് മുഖ്യമന്ത്രി ഇത്രയും വലിയൊരു സന്ദേശം മുന്നോട്ട് വെച്ചതെന്ന് ഓർക്കണം. തെരുവിൽ സമരമാളിക്കെത്തുമ്പോഴും ഈ സർക്കാർ സ്ത്രീകൾക്കും അതിജീവിതമാർക്കും ഒപ്പം നിലയുറപ്പിക്കുമെന്ന മാനവികതയുടെ സന്ദേശം മുന്നോട്ട് വെക്കുന്ന ഐക്യപ്പെടൽ. ആ കപ്പിലെ വാചകങ്ങൾക്ക് തന്റെ ഉള്ളിൽ നിന്ന് അടർത്തി മാറ്റപ്പെട്ട ജീവന്റെ തുടുപ്പുണ്ടെന്ന് അതിജീവിത പ്രതികരിച്ചു കഴിഞ്ഞു. കേരളത്തിന്റെ മുഖ്യമന്ത്രി അവർക്ക് പകർന്നു നൽകിയ ആത്മവിശ്വാസത്തിന്റെയും കരുത്തിന്റെയും ആഴമുണ്ട് ആ വാക്കുകളിൽ. മാങ്കൂട്ടത്തിൽമാരുടെ സ്ഥാനം അഴിക്കുള്ളിലാണെന്ന് പറയാൻ ഇടത് സർക്കാരിനെ കഴിയുകയുള്ളൂ. കൊടും ക്രിമിനലിനെ വെള്ളപൂശാനും മഹാനാക്കാനും മത്സരിക്കുന്ന കോൺഗ്രസും യൂത്ത് കോൺഗ്രസും വേട്ടക്കാരനൊപ്പമാണെന്ന് എന്നേ തെളിയിച്ച കാര്യമാണ്. ഇവിടെ ജനങ്ങൾക്ക് പ്രതീക്ഷ ഇടതുപക്ഷത്തിൽ മാത്രമാണ്. കേരളത്തിലെ ഓരോ മനുഷ്യർക്കും മുഖ്യമന്ത്രിയോട് പറയാനുള്ളതും ആ കപ്പിലെ വാചകമാണ്. ലവ് യു ടു മൂൺ ആൻഡ് ബാക്ക്.